നമസ്കാരം. ഇന്ന് ഏവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ കുന്നംകുളത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ ആയുധമാക്കിയിരിക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് തന്നെയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ 90 കോടി ഇതുവരെ പിടിച്ചെടുത്തു എന്നും പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് അത് ഉടൻ തന്നെ വിതരണം ചെയ്യാനുള്ള എല്ലാ നടപടികളും എടുക്കുമെന്നും മോദി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇതിൽ ഉൾപ്പെട്ട CPM-കാരെയും അനാസ്ഥ കാട്ടിയ മുഖ്യമന്ത്രിയെയും അതിരൂക്ഷമായി വിമർശിക്കാനും മോദി മറന്നിരുന്നില്ല. ഇതിന് പിന്നിലുള്ള എല്ലാ കള്ളന്മാരെയും പിടികൂടുമെന്ന സൂചന തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPM-ന്റെ ഉന്നത നേതാക്കളെ അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി നിർണായക അറസ്റ്റുകൾ എന്നുണ്ടാവും എന്ന ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. ആ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രസ്താവന തന്നെയാണ് ഇന്ന് മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പണം നഷ്ടപ്പെട്ടവർക്ക് തിരികെ ലഭിക്കാനുള്ള നടപടി ആരംഭിച്ചു എന്ന് പറയുമ്പോൾ വിവിധ സഹകരണ ബാങ്കുകളിൽ ഇപ്പോഴും തുടരുന്ന കൊള്ളയെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഇനി പ്രമുഖരുടെ അറസ്റ്റ് എന്നുണ്ടാകും എന്ന ഒറ്റ ചോദ്യം മാത്രമേ കേരളത്തിന് മുന്നിലുള്ളൂ. അത് തുറന്നു വെച്ചതാവട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.